ബേസിലിങ്ങനെ ഈ കഥ അറിയാവുന്നതുകൊണ്ടൊക്കെ ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കും. പുള്ളി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഈ സിനിമ നടക്കേണ്ട സിനിമയാണ്. പുള്ളി ഹിച്ച്കോക്ക് ഫാനാണ്. അപ്പോൾ ഞാനും അവനും തമ്മിലൊക്കെ സംസാരിക്കുന്നത് ഹിച്ച്കോക്കിൻ്റെ സിനിമകളെക്കുറിച്ചും ഈ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഓരോ സിനിമയെ പറ്റിയും ആ ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യണ്ടേ. അപ്പം പുള്ളിക്ക് ഇഷ്ടമായിരുന്നു ആക്ച്വലി. ഇത് സിനിമയെ കാണണമെന്ന് പുള്ളി ആസ് ആൻ ഓഡിയൻസ് പുള്ളി ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതേ കഥ പറഞ്ഞ സമയത്ത് മുന്നേ വേറൊരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നത്, ബേസിൽ നിങ്ങളുടെ ഫ്ലാറ്റിൽ വരുമായിരുന്നു, അവിടെ വെച്ച് സംസാരിക്കാറുണ്ടായിരുന്നു, ഇപ്പൊ കഥയെ പറ്റി ബേസിൽ അപ്പോഴേ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ബേസിൽ ചിത്രത്തിലേക്ക് പിന്നീടാണ് ഇന്നാവുന്നത്, ഈ കഥാപാത്രത്തെ ചെയ്യുന്നത് ബേസിലാണെന്ന് പിന്നീടാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻറ്റയർലി മാറാണല്ലോ ആളുടെ പെർസ്പെക്റ്റീവ്. അതെങ്ങനെ ഫീൽ ചെയ്തു? സിനിമയ്ക്ക് എത്രത്തോളം അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്? ബേസിൽ ആക്ച്വലി സമീർക്ക് പറഞ്ഞിട്ടാണ് അവൻ ഈ കഥ അറിയാവുന്നത്. പുള്ളി പേഴ്സണലി എനിക്ക് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം സമയത്ത് വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി അവിടെ എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തൊക്കെ മിന്നൽ മുരളിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് വരുമ്പോൾ ഞങ്ങളവിടെ ഉണ്ട്, ഞാനും ലിബിനും അവിടെ ഉണ്ട്. അപ്പം ബേസിലിങ്ങനെ ഈ കഥ അറിയാവുന്നതുകൊണ്ടൊക്കെ ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കും. പുള്ളി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഈ സിനിമ നടക്കേണ്ട സിനിമയാണ്. പുള്ളി ഹിച്ച്കോക്ക് ഫാനാണ്. അപ്പോൾ ഞാനും അവനും തമ്മിലൊക്കെ സംസാരിക്കുന്നത് ഹിച്ച്കോക്കിൻ്റെ സിനിമകളെക്കുറിച്ചും ഈ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഓരോ സിനിമയെ പറ്റിയും ആ ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യണ്ടേ. അപ്പം പുള്ളിക്ക് ഇഷ്ടമായിരുന്നു ആക്ച്വലി. ഇത് സിനിമയെ കാണണമെന്ന് പുള്ളി ആസ് ആൻ ഓഡിയൻസ് പുള്ളി ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെയാണ് ഞങ്ങൾ ആക്ച്വലി നസ്രിയൊക്കെ വരുന്ന സമയത്താണ് പിന്നെ ബേസിലിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ബേസിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് സിനിമ ചെയ്യാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുള്ളി പെട്ടെന്ന് ഇന്നായുണ്ട്. കണ്ടന്റും അതെ, ഹാപ്പി ഹവേഴ്സ് എന്നുള്ള കമ്പനി ഒക്കെ വന്നപ്പം ബേസിൽ സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഈ ബേസിലും നസ്രിയും എന്ന് പറയുന്ന രണ്ട് വലിയ ഫാക്ടേഴ്സിന്റെ കൂടെ തന്നെ ഈ സിനിമയ്ക്ക് ബാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. അത് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ടെക്നീഷ്യൻസ് തന്നെയാണ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. എഡിറ്റർ ആണെങ്കിലും ശരി, മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ശരി, സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും ഇവരെല്ലാവരും മലയാള സിനിമയിൽ ഒരുപാട് കാലമായിട്ട് നിൽക്കുന്ന ഏറ്റവും ഹിറ്റല്ലയോ അത് വേറെ ഫാക്ടർ, പക്ഷെ അവരുടെ കഴിവിന്റെ പരമാവധി അവർ എപ്പോഴും തരുന്ന ആളുകൾ കൂടെയാണ്. ഈ ഒരു ടെക്നിക്കൽ ടീം വന്നിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലേ, അത് എത്രത്തോളം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും അതും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി അവരോട് വർക്ക് ചെയ്യാന്ന് പറയുന്നത്. അവരുടെ അടുത്തൊന്നും ഞാൻ ലേൺ ചെയ്യുന്നുണ്ട്. പറയുന്ന പോലെ നമ്മൾ പ്രീയിൽ സമീർക്ക് അവർക്കും അവരുടെ ഒരു വർക്കിംഗ് സ്റ്റൈലിൻ്റെ ആയിരിക്കാം. എനിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു എല്ലാവരും ഇന്നായി കഴിഞ്ഞ് ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളത് പ്രിയയിൽ. അപ്പം എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ശരൺ വരുമായിരുന്നു സിനിമ DOP. ശരൻ്റേതായ നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ട് വരും. അപ്പോൾ പുതിയൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരണമെന്ന് പ്രൊഡക്ഷൻ ഹൗസിന് താല്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് അവർ ചർച്ച ചെയ്യിപ്പിക്കുമായിരുന്നു എല്ലാ ദിവസവും. ഞങ്ങൾ ഒരു ഓഫീസ് സ്പേസ് പോലെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചമൻ വരും, ശരൺ ഉണ്ടാവും, എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. അപ്പം അവരെടുക്കുന്ന റിസർച്ച് വേറെയുണ്ട്, നിബിൻ, ട്വിങ്കിൾ, മിഥുൻ. കാരണം ഇവരൊക്കെ ആ സമയം മുതലേ അതിൻ്റെ അകത്ത് ഫുള്ളി ഇന്നാണ് ആക്ച്വലി. അവരൊക്കെ നമ്മൾ ഈ സ്ട്രഗ്സ് വർക്ക് ചെയ്യുമ്പോഴാണേലും നമ്മൾ നിബിനോടൊക്കെ ആണെങ്കിലും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്ത പുള്ളിയാണ്. അപ്പോൾ ആർട്ടിൽ എത്രത്തോളം നമ്മൾ ഡീറ്റെയിൽ ചെയ്യണം പുള്ളി അതിനനുസരിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും അവരവരുടെ കോസ്റ്റ്യൂമൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു 3 മാസം നീണ്ടു നിൽക്കുന്നൊരു കഥയാണ് ആക്ച്വലി. അപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ട്വിങ്കിളൊക്കെ ആണെങ്കിലും അതിനെടുക്കുന്നൊരു ഡീറ്റെയിലിംഗ് അവർ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ആക്ച്വലി.